തമിഴക രാഷ്ട്രീയം ആകെ ചൂട് പിടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നിലവിൽ അവിടെ ഭരിക്കുന്ന DMK സർക്കാർ വലിയ രീതിയിൽ ജനങ്ങളുടെ എതിർപ്പ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അഴിമതി, സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത, അതുപോലെ ക്രമസമാധാന നില തകർച്ച, സ്ത്രീ സുരക്ഷയിൽ ഉണ്ടാകുന്ന വീഴ്ച ഒക്കെ DMK സർക്കാരിനെ പുറകോട്ടടിച്ചിരിക്കുന്നു. ഈ അവസരത്തിലാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി കൂട്ടിവെച്ച് വായിക്കേണ്ടി വന്നിരിക്കുന്നത്. കേവലം 1.5% വോട്ടുണ്ടായിരുന്ന BJP ഇന്ന് അവിടെ ഏതാണ്ട് 14% മുകളിലേക്ക് ഓടിക്കയറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത് കേവലം ഒരു നേതാവിൻ്റെ ബലത്തിലാണ്. അത് മറ്റാരുമല്ല, കുപ്പുസ്വാമി അണ്ണാമലൈ എന്ന K അണ്ണാമലൈ IPS വലിച്ചെറിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച് ജനസേവനം ചെയ്യാൻ ഒരുങ്ങിയ നേതാവാണ് അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അതുപോലെ BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെയും RSSൻ്റെയും അനുഗ്രഹാശസ്സുകളോടുകൂടി തമിഴ്നാട്ടിൽ പുതിയൊരു അംഗം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ അണ്ണാമലൈ. അണ്ണാമലൈയുടെ വരവ് വലിയ രീതിയിൽ തമിഴ് രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ചു. നമുക്കറിയാം, മുമ്പ് MGR, മലയാളി കൂടിയായ MGR തമിഴ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം നമുക്കറിയാം. MGRൻ്റെ യോഗങ്ങളിൽ MGRനെ കാണാനും MGR പറയുന്നത് കേൾക്കാനും ഒക്കെ വേണ്ടി MGR ഒരു മികച്ച പ്രാസംഗികനൊന്നും ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ തമിഴ് മക്കൾ കൂട്ടം കൂട്ടമായി എത്തി എന്നുള്ളതാണ് സത്യം. തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ MGR ആയിരുന്നു ഒരു കാലത്ത്. അതിനുശേഷം മറ്റൊരു നടനും തമിഴ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച നിരവധി നടന്മാരുണ്ട്. ഇപ്പോഴിതാ ഏറ്റവും പുതുതായിട്ട് തമിഴ് വെട്രി കഴകം എന്നൊരു പാർട്ടി രൂപീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്ന നമ്മുടെ വിജയ്, യുവാക്കളുടെ ഹരമായ വിജയ് എന്ന നടന് പോലും MGRൻ്റെ അത്രയും വലിയൊരു ക്രൗഡ് പുള്ളർ ആകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ആ തമിഴക രാഷ്ട്രീയത്തിലേക്കാണ്, ആ തമിഴ് മണ്ണിലേക്കാണ് ഒരു താരപരിവേഷവും ഇല്ലാത്ത, വെറും വാക്കുകൾ കൊണ്ട് ജനങ്ങളെ ആശ്വസിപ്പിക്കുന്ന, അവരുടെ വേദനകൾ ഏറ്റുവാങ്ങി അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരനായ ആ യുവ IPS ഓഫീസർ, IPS പദവി വേണ്ടെന്ന് വെച്ച് രാഷ്ട്ര സേവനത്തിന് ഇറങ്ങിയ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടനായി രാഷ്ട്ര സേവനത്തിന് ഇറങ്ങിയ ആ ചെറുപ്പക്കാരൻ കുപ്പുസ്വാമി അണ്ണാമലൈ എന്ന K അണ്ണാമലൈ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചത്. അവിടെ MGRന് ശേഷം തമിഴ് രാഷ്ട്രീയം ഇളക്കി മറിക്കുന്ന ഒരു ക്രൗഡ് പുള്ളറിനെ തമിഴ് ജനത കണ്ടു. അത് K അണ്ണാമലൈ ആണ്. ആ അണ്ണാമലൈ നടത്തിയ തേരോട്ടം വളരെ ആഴത്തിൽ തമിഴ് മക്കളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. അത് AIADMK സഖ്യകക്ഷി ആയിരുന്നു ഒരു കാലത്ത് BJP എങ്കിൽ പിന്നീട് AIADMK BJPയിൽ നിന്ന് തെറ്റിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് അവർ തിരിച്ചു വരികയും ചെയ്തു. അണ്ണാമലൈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJPയുടെ തമിഴ്നാട് ഘടകത്തിന്റെ പ്രസിഡന്റായിരുന്ന അണ്ണാമലൈ ആ സ്ഥാനം രാജിവെച്ചപ്പോൾ ഇവർ AIADMK BJPക്കൊപ്പം NDA സഖ്യത്തിലേക്ക് മടങ്ങി വന്നു. ഇന്ന് ആ അണ്ണാമലൈ ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് തമിഴ്നാട്ടിലാകെ ചുറ്റിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്റ്റാലിൻ അടക്കമുള്ളവരെ വിറകൊള്ളിക്കുന്നു. ആ കാറ്റത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ, ആ രാഷ്ട്രീയ കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ കഴിയാതെ നക്ഷത്രമെണ്ണുകയാണ് നമ്മുടെ സ്റ്റാലിനും ഒപ്പമുള്ളവരും. ഈ അവസരത്തിലാണ് വിജയിന്റെ പ്രവേശനം നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇന്നിപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം DMK, അതായത് സ്റ്റാലിൻ വെസസ് വിജയ്, DMK വിസസ് തമിഴ്നാട് വെട്രി കഴകം എന്നാക്കി തീർക്കാനുള്ള ഒരു വലിയ പരിശ്രമം അവിടെ നടക്കുകയാണ്. അതിന്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. അതായത് BJPയും അണ്ണാമലയും തമിഴ്നാട്ടിൽ പ്രസക്തമേ അല്ല, AIADMK ഒട്ടുമല്ല, ഞങ്ങൾ DMKയുടെ മുഖ്യ എതിരാളി എന്ന് പറയുന്നത് വിജയിന്റെ പാർട്ടി തമിഴ്നാട്
തമിഴ് വെട്രി കഴകമാണ്, തമിഴ്നാട്ടിൽ ഇന്ന് ഉദിച്ചുയർന്നിരിക്കുന്ന പുതിയ താരം, പുതിയ രാഷ്ട്രീയ താരം വിജയ് ആണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് DMK കളിക്കുന്ന ഒരു പൊറാട്ട് നാടകമായിട്ടേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. DMK ഈ പറഞ്ഞതുപോലെ അണ്ണാമലയെ വളരെയധികം ഭയപ്പെടുന്നു. അണ്ണാമലെ എതിർ സ്ഥാനത്തുണ്ടെങ്കിൽ DMKയുടെ ചീട്ട് കീറും, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടും എന്ന് സ്റ്റാലിന് നന്നായിട്ട് അറിയാം. ഇപ്പോഴിതാ AIADMKയും BJPയും കൂടി വീണ്ടും ഒരുമിച്ചിരിക്കുന്നു. അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം വളരെ വലുതായിരിക്കും എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് സ്റ്റാലിൻ അറിയാം. സ്റ്റാലിന്റെ കൂടെ ഉപദേശകരായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഇന്ന് തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം വളരെ വേഗത്തിൽ തിരിച്ചറിയാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ നൂലിൽ കെട്ടി ഒരു താരത്തെ ഇറക്കിയിരിക്കുന്നത്. അത് വിജയ് ആണ്. മുമ്പ് കമലഹാസനെ ഇറക്കി ഒരു പരീക്ഷണം നടത്തി നോക്കി, അന്നത് വിജയിച്ചില്ല. കമലഹാസന് സിനിമയിലൂടെ തമിഴ് മക്കളുടെ ഹൃദയം കവരാനായി, പക്ഷേ രാഷ്ട്രീയത്തിലൂടെ തമിഴ് ജനതയിലേക്ക് എത്താൻ കമലഹാസന് കഴിയില്ല എന്ന് വളരെ വേഗത്തിൽ സ്റ്റാലിൻ തിരിച്ചറിഞ്ഞു. അതിന്റെ ഫലമാണ് ഈ വിജയിന്റെ രാഷ്ട്രീയ പ്രവേശനവും തമിഴ് വെട്രി കഴകം എന്ന പാർട്ടിയുടെ രൂപീകരണവും. അതായത് ഈ DMKയുടെ എതിരാളി വിജയ് ആണെന്ന് വരുത്തി തീർക്കുന്നതിലൂടെ DMK വിരുദ്ധ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ NDAയിലേക്ക് പോകുന്നത് തടയുക, അത് വിജയിന്റെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു രഹസ്യ അജണ്ട, ഗൂഢ നീക്കം കൂടി അതിന് പിന്നിലുണ്ട്. എന്തായാലും BJPയെ ഞങ്ങളൊരു എതിരാളിയായിട്ടേ കാണുന്നില്ല, AIADMK ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല, NDA അതുകൊണ്ട് തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല, മറിച്ച് ഏറ്റുമുട്ടൽ വിജയും DMKയും തമ്മിലാണ്, വിജയിന്റെ പാർട്ടിയും സ്റ്റാലിന്റെ പാർട്ടിയും തമ്മിലാണ് എന്ന് കൃത്യമായി വരുത്തി തീർക്കാനുള്ള അതിനുള്ള നരേറ്റീവ്സ്, ആഖ്യാനങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിൽ ഇന്ന് തമിഴ് മാധ്യമങ്ങളിൽ ഒക്കെ ഇന്ന് വളരെ വിപുലമായി പ്രചരിക്കുന്നുണ്ട്. വിജയ് ചോദിക്കുന്നു, എവിടെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം, മുട്ടക്കറി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ? ഉടൻ സ്റ്റാലിൻ മറുപടിയായിട്ട് വരുന്നു, ഇത്ര സ്കൂളുകളിൽ ഇത്ര കുട്ടികൾക്ക് ഇത്ര പണം ചെലവാക്കി ഞങ്ങൾ മുട്ടക്കറി കൊടുക്കുന്നു. ഇങ്ങനെ വിജയ് ചോദ്യങ്ങൾ ചോദിക്കുന്നു, സ്റ്റാലിൻ ഉത്തരം പറയുന്നു. സ്റ്റാലിൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, വിജയ് അതിന് ഉത്തരം പറയുന്നു. ഇത്തരത്തിൽ തമിഴ്നാട്ടിലെ മാധ്യമങ്ങളിലൂടെ തമിഴ് ജനതയെ തങ്ങളുടെ കൈവെള്ളയിൽ, തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്താനുള്ള ഒരു പരിശ്രമം, അതിനു വേണ്ടുന്ന ഒരു നാടകം തമിഴ്നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ സ്റ്റാലിൻ വിജയ് പോരിൽ മറ്റൊന്നും തന്നെ ഇല്ല. അതായത് എന്റെ എതിരാളി വിജയ് മാത്രമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള സ്റ്റാലിന്റെ ശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ തമിഴ് മക്കളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ്. അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ഈ പറഞ്ഞതുപോലെ തമിഴ് മക്കൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരെ സംബന്ധിച്ച് ഒരു രക്ഷകനെ, തമിഴ്നാടിന്റെ രക്ഷകനെ അവർ അണ്ണാമലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അത് വിജയ് അല്ല, സ്റ്റാലിൻ അല്ല, AIADMKയുടെ പളനിസ്വാമി അല്ല, മറിച്ച് അണ്ണാമലയാണ് യഥാർത്ഥ തമിഴ് പുത്രൻ, തമിഴ് മകൻ, തമിഴ് മക്കൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു രക്ഷകൻ നമ്മുടെ അണ്ണാമലയാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുണ്ടാക്കുന്ന കോലാഹലമാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് വലിയ രീതിയിൽ ജനവിരുദ്ധ വികാരം നേരിടുന്ന സ്റ്റാലിന് മറ്റൊരു വഴിയിലും മറ്റൊരു മാർഗത്തിലൂടെയും അണ്ണാമലയെ തളയ്ക്കാൻ കഴിയില്ല. ഇതിനൊരു ശ്രമം നടത്തി നോക്കുകയാണ്. അത് വിജയിക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. വിജയ് ഒരു വലിയ നടനാണ്. വിജയിന് വലിയ രീതിയിൽ ഫാൻസ് അസോസിയേഷനുകളുണ്ട്. അതിൽ എണ്ണം പറഞ്ഞ ധാരാളം യുവാക്കൾ വിജയിനൊപ്പമുണ്ട്. ഒക്കെ ശരിയാണ്. ഇന്ന് തമിഴ് സിനിമയുടെ ഒരു കൂട്ടായ്മ, തമിഴ് സിനിമാ നടന്മാരുടെ ഒരു കൂട്ടായ്മ കൂടി വിജയിനൊപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം അണിയറയിൽ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇന്നിപ്പോൾ ഖുശ്ബുവിനെ പോലെയുള്ള നടിമാർ ഇന്ന് BJPക്കൊപ്പമാണ്. അവർ BJPയുടെ തമിഴ് സംസ്ഥാന രാഷ്ട്രീയവും കടന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരെ അവരുടെ
ചുവടുകൾ എത്തി നിൽക്കുകയാണ്. ഇടക്കാലത്ത് കേട്ടു ഖുശ്ബുവിനെ BJP-യിൽ നിന്ന് എങ്ങനെയെങ്കിലും അടർത്തി മാറ്റി വിജയിന്റെ പാർട്ടിയിൽ എത്തിക്കാനുള്ള ശ്രമം സ്റ്റാലിൻ തന്നെ നേരിട്ട് നടത്തുന്നതായിട്ട് ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു പോയി എന്നാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, അണ്ണാമലൈ ഈ സ്റ്റാലിനും വിജയിനും അതുപോലെയുള്ള രാഷ്ട്രീയക്കാർക്കെല്ലാം ഒരു പേടി സ്വപ്നമായിരിക്കുന്നു. ദേശീയതയുടെ ഉറച്ച ശബ്ദവുമായിട്ട്, വികസന മന്ത്രവുമായിട്ട്, ക്രമസമാധാന നില പാലനം ഉറപ്പുവരുത്തിക്കൊണ്ട്, സ്ത്രീ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ട് അണ്ണാമലൈ തമിഴ് മക്കളുടെ ഹൃദയത്തെ കവർന്നിരിക്കുകയാണ്. ഇന്ന് അവരുടെ എല്ലാം ചുണ്ടിൽ തത്തിക്കളിക്കുന്ന ഒരു മന്ത്രമാണ് കുപ്പുസ്വാമി അണ്ണാമലൈ എന്ന പേര്. നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകൾക്കൊപ്പം കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, കൃത്യമായി തമിഴ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, ഈ മനുഷ്യരെ ജാതി പറഞ്ഞു വേർതിരിക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിന് അറുതി വരുത്തണം. ഈ ദ്രാവിഡ രാഷ്ട്രീയമാണ് തമിഴ്നാടിനെ പിന്നോട്ടടിച്ചത്. തമിഴ്നാട് ഇതിനേക്കാളുമൊക്കെ ഉയരങ്ങളിൽ എത്തേണ്ട ഒരു സംസ്ഥാനമായിരുന്നു. അതിനെ പുറകോട്ടടിച്ചത് ഈ വൃത്തികെട്ട ജാതിക്കാരുടെ ഉയർത്തി കളിക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയമാണ്. അതിനെ തറപറ്റിക്കണം, അതിനെ തറപറ്റിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ് മക്കളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന ഉറപ്പ് കൊടുത്തുകൊണ്ട്, ഏറ്റവും പ്രധാനമായിട്ട് ക്രമസമാധാന നില തമിഴ്നാട്ടിൽ ഉറപ്പുവരുത്തും എന്ന വാക്ക് നൽകിക്കൊണ്ട്, സ്ത്രീ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഒക്കെയാണ് അണ്ണാമലൈ മുന്നോട്ട് പോകുന്നത്. അണ്ണാമലൈയുടെ രാഷ്ട്രീയത്തെ നേരിടാനാകാതെ ഭരണകക്ഷിയും പ്രതിപക്ഷത്തിരിക്കുന്ന മറ്റൊരു പാർട്ടിയും കൂടി അന്തർനാടകങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇന്ന് തമിഴ്നാട്ടിൽ കാണുന്നത്. എന്തായാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമുക്ക് കണ്ടറിയാം തമിഴ്നാട്ടിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഇപ്പോൾ നിലവിൽ 14% വോട്ടിൽ നിൽക്കുന്ന തമിഴ്നാട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര വലിയ കുതിപ്പ് നടത്തും, അതിന് നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന കേന്ദ്ര BJP നേതൃത്വം എത്ര പിന്തുണ കൊടുക്കും എന്നൊക്കെ അവരെന്തൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. തമിഴ്നാട് ഘടകത്തെ, അതായത് തമിഴ്നാട്ടിന്റെ ഭരണം BJP-ക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി, ജനാധിപത്യത്തിലൂടെ തമിഴ്നാടിനെ സ്വന്തമാക്കാൻ, തമിഴ്നാടിന്റെ കിരീടം അണിയാൻ, തമിഴ്നാട്ടില് ഒരു BJP മുഖ്യമന്ത്രി ഉണ്ടാകാൻ ഒക്കെ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെയാണ് BJP ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വരാൻ പോകുന്ന നാളുകൾ തമിഴക രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കും എന്ന് തീർച്ചയാണ്. ഒരു വശത്ത് അണ്ണാമലയും മറുവശത്ത് സ്റ്റാലിനും വിജയും ഒക്കെയാണ്. എന്താണ് തമിഴ്നാട്ടിൽ സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.